നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോ സമയത്തും കടന്നു വരുന്നതാകുന്നു. ദോഷകരമായ സമയത്ത് പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും അകന്നു പോകാം. എന്നാൽ സൗഭാഗ്യകാലമാകുമ്പോൾ പല കാര്യങ്ങളും അത് നഷ്ടപ്പെട്ടതുപോലും തന്നെ ഇരട്ടിയായി തന്നെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ സൗഭാഗ്യകാലം ആരംഭിക്കുമ്പോൾ ഏവരുടെയും ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ജ്യോതിഷപ്രകാരം പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ചില വയസ്സ് മുതൽ വളരെയധികം സൗഭാഗ്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ 45 വയസ്സിന് ശേഷം ജീവിതത്തിൽ രക്ഷപ്പെടുന്നതായ ചില നക്ഷത്രക്കാരുണ്ട്. അതുവരെ പല വിധത്തിലുള്ള കഷ്ടതകൾ ഇവർ അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ ജ്യോതിഷപ്രകാരം 45 വയസ്സിന് ശേഷം രക്ഷപ്പെടുന്ന രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൊതുഫല പ്രകാരമാണ് ഈ ഫലങ്ങൾ പരാമർശിക്കുന്നത് എന്നാകുന്നു. എന്നിരുന്നാലും ഒരു 80-90% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഫലങ്ങളാകുന്നു. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം കഷ്ടകാല സമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നക്ഷത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. പല പ്രയാസങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ 45 വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ നടക്കും, മാറ്റങ്ങൾ സംഭവിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, കൂടാതെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുക, ധനപരമായ നേട്ടങ്ങൾ, വീട്, വാഹനം തുടങ്ങിയ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, അത്തരത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. വീട് പണിയാൻ പോലും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 45 വയസ്സിന് ശേഷം അഥവാ 45 വയസ്സ് മുതൽ തന്നെ മാറ്റങ്ങൾ ആരംഭിക്കും. 45 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ച മാത്രമേ വന്നു ചേരൂ. രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ദോഷകരമായ സമയമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കി ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 45 വയസ്സിന് ശേഷം ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. മനക്ലേശങ്ങൾ തന്നെ പലവിധമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, 45 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ സഹായകരമായ പല കാര്യങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും. ജോലിയിൽ സ്ഥാനോന്നതി അഥവാ പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. സന്താനങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വീട്, വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ സ്വീകാര്യത അഥവാ നിങ്ങളുടെ ജനപിന്തുണ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ 45 വയസ്സിന് ശേഷം സംഭവിക്കും എന്നാണ് പൊതുഫലപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ശുഭകരമായ സമയമാണ് ഇത്. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവർക്ക് തടസ്സങ്ങളെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും അതെല്ലാം ഫലപ്രദമായി തരണം ചെയ്യുവാൻ പല അവസരങ്ങളിലും സാധിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ പലപ്പോഴും അനുഭവിക്കേണ്ടതായി വരാം.
സാമ്പത്തികമായ ക്ലേശങ്ങൾ, മനസ്സിനെ അലട്ടുന്നതായ പ്രയാസങ്ങൾ, അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഇവരെ നിത്യവും ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമയം എന്ന് പറയുന്നത് 45 വയസ്സിന് ശേഷമാണ്. പൊതുഫലപ്രകാരം ഇപ്രകാരമാണ് പരാമർശിക്കുന്നത്. ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കാരണമാകാം. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ധനപരമായി വളരെ വേഗം ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പെട്ടെന്ന് തന്നെ സമാധാനം, ഐക്യം, അത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതായ പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്ഥാനോന്നതി, ജോലി മാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വിദേശത്ത് പോലും നിങ്ങൾക്ക് വളരെയധികം ശമ്പളം ലഭിക്കുകയോ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായി ഈ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും ധനപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ പുണർന്ന നക്ഷത്രക്കാർ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സിന് ഉടമകളായ ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. പലരെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ് ചോതി നക്ഷത്രക്കാർ. എന്നാൽ ഇവർക്കൊരാവശ്യം വരുമ്പോൾ പലരും ഉണ്ടാകണം എന്നില്ല. അത് ഇവരുടെ ഒരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല ദുരിതങ്ങൾ പലപ്പോഴായി അനുഭവിച്ചു പോരുന്നവരാണ് ഇവർ. എപ്പോഴാണ് നല്ല സമയം ആരംഭിക്കുക, അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ ഇവർ ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം 45 വയസ്സ് മുതൽ ചോതി നക്ഷത്രക്കാരുടെ സമയം തെളിയുന്നതാണ്. ഈ സമയം മുതൽ ജീവിതത്തിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അനുകൂലമായ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തുന്ന സമയമാകുന്നു. ജോലി മാറ്റം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്നുവോ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം കൂടിയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. കാരണം ജീവിതത്തിൽ നല്ല സമയം ആരംഭിക്കണം എന്ന്, ഇപ്പോഴുള്ള ഈ ദോഷഫലങ്ങൾ ഒഴിവായി പോകണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. എന്നാൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നിരന്തരമായി വന്ന് ചേരുന്നവരാകുന്നു. പലവിധ വിഷമങ്ങൾ, ധനപരമായി നേട്ടമില്ല, സന്താനങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് 45 വയസ്സ് മുതൽ അഥവാ 45 വയസ്സിന് ശേഷം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. 45 വയസ്സ് മുതൽ തന്നെ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ 45 വയസ്സ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ഒരുമിച്ച് വന്നു ചേരും എന്നല്ല പറയുന്നത്. ഘട്ടം ഘട്ടമായി തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച കടന്നു വരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും. തൊഴിൽ നേടുവാൻ സാധിക്കും. തൊഴിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. സ്ഥാനോന്നതി വന്നു ചേരാം. തൊഴിൽ മാറ്റത്തിന് സാധ്യത കൂടുതലാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ വന്നു ചേരാം. വീട്, വാഹനം, സ്വത്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നവരാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ഈ സമയം തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ 45 വയസ്സിന് ശേഷം സൗഭാഗ്യകാലം ആരംഭിക്കും എന്ന് തന്നെ പറയാം.
ഈ സമയം ഇവരുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ വന്നു ചേരും. നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. പ്രധാനമായും ജോലിയിൽ ഉയർച്ച, സ്ഥാനോന്നതി, അതേപോലെ തന്നെ തൊഴിൽ മാറുവാൻ സാധിക്കുക, ഉയർന്ന ഉദ്യോഗത്തിൽ തൊഴിൽ മാറ്റം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ സമയം, അതായത് സന്താനങ്ങളായ വ്യക്തികൾക്ക് ഈ സമയം വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്ന് നൽകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുശല്യം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ അഥവാ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് തന്നെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ഈ നക്ഷത്രക്കാർ ഏവരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഗ്രാമദേവതാ ക്ഷേത്രത്തിലും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക.